2007 തിരുവനന്തപുരം നഗരത്തെ ഒന്നാകെ നടുക്കിയൊരു കൊലപാതകം നടന്നു. വഞ്ചിയൂർ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ വരുന്ന പേട്ട റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ഒരു കൊച്ചു വീട്ടിലായിരുന്നു നാടിനെ നടുക്കിയ ആ ദാരുണ സംഭവം അരങ്ങേറിയത്. എപ്പോഴും ആളുകളുടെ സാന്നിധ്യമുള്ള അയൽ വീടുകളും കടകളും നിറഞ്ഞ ഒരു സാധാരണ ജനവാസ കേന്ദ്രമായിരുന്നു അത്. അവിടെ ലോട്ടറി വിൽപ്പനക്കാരനായ മകനൊപ്പം കഴിഞ്ഞിരുന്ന 67-കാരിയായ ഒരു വൃദ്ധയാണ് അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടത്. ഒരു സാധാരണ പകലിന്റെ അവസാനത്തിൽ ജോലി കഴിഞ്ഞ് മടങ്ങിവന്ന മകൻ തന്റെ വീടിന്റെ മുൻവാതിൽ തുറന്നുകിടക്കുന്നത് കണ്ട് സംശയത്തോടെ അകത്തേക്ക് കയറിയപ്പോഴാണ് ഹൃദയഭേദകമായ ആ കാഴ്ച കണ്ടത്. അടുക്കളയോട് ചേർന്നുള്ള ഭാഗത്ത് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അമ്മയുടെ ജീവനില്ലാത്ത ശരീരം അയാളെ തളർത്തിക്കളഞ്ഞു. അമ്മിക്കൽ ഉപയോഗിച്ച് തലയ്ക്കടിച്ചു കൊലപ്പെടുത്തിയ നിലയിലായിരുന്നു ആ വയോധികയുടെ മൃതദേഹം. വീടിന്റെ വരാന്തയേക്ക് മാറ്റപ്പെട്ട നിലയിലായിരുന്നു പിന്നീട് ആ ശരീരം കിടന്നിരുന്നത്. നിലവിളി കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വഞ്ചിയൂർ പോലീസ് ഉടൻ തന്നെ സംഭവസ്ഥലത്തെത്തി ശാസ്ത്രീയമായ അന്വേഷണ നടപടികൾക്ക് തുടക്കം കുറിച്ചു. തുടക്കത്തിൽ തന്നെ അന്വേഷണ സംഘം പോലീസ് നായയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. സംഭവസ്ഥലത്ത് നിന്നും മണം പിടിച്ച പോലീസ് നായ നേരെ നടന്നുപോയത് അടുത്തുള്ള പേട്ട റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. പ്ലാറ്റ്ഫോമിൽ കയറിയ നായ അവിടെയുണ്ടായിരുന്ന ഒരു പ്രത്യേക ബെഞ്ചിനടുത്ത് അല്പനേരം നിൽക്കുകയും പിന്നീട് അവിടെയുള്ള മേൽപ്പാലത്തിന്റെ പടവുകൾ വരെ പോവുകയും ചെയ്തു. അതിനുശേഷം നായയ്ക്ക് മറ്റു സൂചനകളൊന്നും ലഭിച്ചില്ല. കൊലപാതകത്തിനു ശേഷം പ്രതി റെയിൽവേ സ്റ്റേഷൻ വഴിയാണ് രക്ഷപ്പെട്ടതെന്ന് പോലീസ് ഉറപ്പിച്ചു. നഗരത്തിലും റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും പോലീസ് വ്യാപകമായ തിരച്ചിൽ നടത്തിയെങ്കിലും കൊലപാതകം നടന്ന വീട് സീൽ ചെയ്തതല്ലാതെ മറ്റു പുരോഗതികളൊന്നും ആദ്യ ദിവസങ്ങളിലുണ്ടായില്ല. ദിവസങ്ങൾ പിന്നിട്ടിട്ടും പ്രതിയെക്കുറിച്ച് യാതൊരു സൂചനയും ലഭിക്കാത്തത് അന്വേഷണ ഉദ്യോഗസ്ഥരെ കുഴക്കി. പരിസരവാസികളെ മുഴുവൻ ചോദ്യം ചെയ്തു കഴിഞ്ഞിരുന്നു. ഇതിനിടയിലാണ് നിർണായകമായ ഒരു വഴിത്തിരിവുണ്ടാകുന്നത്. കൊല ചെയ്യപ്പെട്ട വയോധികയുടെ മകൻ തന്റെ ചില അത്യാവശ്യ സാധനങ്ങൾ എടുക്കുന്നതിനായി പോലീസിന്റെ പ്രത്യേക അനുമതിയോടെ സീൽ ചെയ്യപ്പെട്ട വീട് തുറന്നു പരിശോധിച്ചു. അപ്പോഴാണ് കിടപ്പുമുറിയിലെ കട്ടിലിനടിയിൽ രക്തം പുരണ്ട ഒരു നീല ജീൻസ് പാന്റ് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ആ വസ്ത്രം തന്റേതല്ലെന്നുറപ്പായതോടെ അയാളത് പോലീസിന് കൈമാറി. ഇത് കൊലയാളിയുടേത് തന്നെയാണെന്ന് പോലീസ് നിഗമനത്തിലെത്തി. പോലീസ് ആ ജീൻസിന്റെ പോക്കറ്റുകൾ വിശദമായി പരിശോധിച്ചു. അതിൽ നിന്നും ഒരു ബീഡിയും ഒരു തീപ്പെട്ടിയും ഒരു സിനിമാ ടിക്കറ്റും ലഭിച്ചു. പ്രതിയിലേക്കെത്താനുള്ള ഏറ്റവും വലിയ തെളിവുകളായി പോലീസ് ഇത് സ്വീകരിച്ചു. സിനിമാ ടിക്കറ്റിലെ വിവരങ്ങൾ പരിശോധിച്ചപ്പോൾ അത് നാഗർകോവിലിലെ ഒരു തിയേറ്ററിൽ നിന്നുള്ളതാണെന്നും കൊലപാതകം നടക്കുന്നതിന്റെ തൊട്ടു തലേ ദിവസം എടുത്തതാണെന്നും വ്യക്തമായി. ഇതോടെ അന്വേഷണം തമിഴ്നാട് കേന്ദ്രീകരിച്ചായി. നാഗർകോവിലിൽ നിന്നും വന്ന ആരോ ആണ് ഈ ക്രൂരകൃത്യത്തിന് പിന്നിലെന്ന് ലോക്കൽ പോലീസ് വിശ്വസിച്ചു. മോഷണശ്രമത്തിനിടെ നടന്ന കൊലപാതകമാണിതെന്നും ആന്ധ്രയിലെയോ തമിഴ്നാട്ടിലെയോ അന്തർ സംസ്ഥാന കൊള്ള സംഘങ്ങളാകാം ഇതിന് പിന്നിലെന്നും പോലീസ് ഉറപ്പിച്ചു. 13 ദിവസത്തോളം വഞ്ചിയൂർ പോലീസ് ഈ വഴിക്ക് അന്വേഷണം നടത്തിയെങ്കിലും പ്രതിയെ കണ്ടെത്താനായില്ല. ലോക്കൽ പോലീസിന്റെ പരിമിതികൾ മനസ്സിലാക്കി സംസ്ഥാനത്തിന് പുറത്തേക്കുള്ള അന്വേഷണങ്ങൾക്കായി പിന്നീട് ഈ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു. അതിനിടയിൽ കൊലപാതകം നടന്ന ദിവസങ്ങളിൽ വീടിന്റെ പരിസരത്ത് സംശയാസ്പദമായ രീതിയിൽ കണ്ടിരുന്ന ഒരു യുവാവിനെക്കുറിച്ച് നാട്ടുകാരിൽ ചിലർ പോലീസിന് വിവരം നൽകിയിരുന്നു. അടുത്തുള്ള ഒരു ആക്രിക്കടയിൽ സ്ഥിരമായി വരാറുള്ള ആളായിരുന്നു അയാൾ. പോലീസ് അയാളെ കണ്ടെത്തി 2 തവണ വിശദമായി ചോദ്യം ചെയ്തു. ആ വീട്ടുകാരുമായി താൻ സംസാരിച്ചിരുന്നതായി അയാൾ സമ്മതിച്ചെങ്കിലും അയാളുടെ പെരുമാറ്റത്തിൽ സംശയിക്കത്തക്കതായി ഒന്നുമില്ലായിരുന്നതിനാൽ പോലീസ് അയാളെ വിട്ടയച്ചു. പിന്നീട് കേസ് ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ച് സംഘം തമിഴ്നാട് ജയിലുകളിൽ നിന്ന് അടുത്തിടെ പുറത്തിറങ്ങിയവരെയും മറ്റു സ്ഥിരം കുറ്റവാളികളെയും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. യാതൊരു തുമ്പുമില്ലാതെ കേസ് എങ്ങുമെത്താത്ത അവസ്ഥയിലായി. 3 വർഷങ്ങൾ കടന്നുപോയി. കേസ് അപ്പോഴും തെളിയാതെ കിടക്കുകയായിരുന്നു. അന്ന് ക്രൈംബ്രാഞ്ച് മേധാവിയായിരുന്ന മുതിർന്ന ഉദ്യോഗസ്ഥൻ ഈ കേസ് അന്വേഷിക്കാൻ പുതിയൊരു സംഘത്തെ നിയോഗിച്ചു. ഒരു ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പുതിയ സംഘമാണ് കേസ് ഏറ്റെടുത്തത്.
അതുവരെയുള്ള അന്വേഷണ റിപ്പോർട്ടുകളെല്ലാം വിശദമായി പഠിച്ച ഉദ്യോഗസ്ഥൻ പഴയ നിഗമനങ്ങളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് കേസിനെ തികച്ചും പുതിയൊരു കോണിലൂടെ സമീപിക്കാൻ തീരുമാനിച്ചു. സാക്ഷികളെ വീണ്ടും കാണാനും ലഭ്യമായ തൊണ്ടിമുതലുകൾ സൂക്ഷ്മമായി പരിശോധിക്കാനും അദ്ദേഹം തയ്യാറായി. അന്ന് പ്രതിയുടെ പാന്റിൽ നിന്നും ലഭിച്ച ബീഡിയിലും തീപ്പെട്ടിയിലുമായിരുന്നു പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ശ്രദ്ധ മുഴുവനും പതിഞ്ഞത്. 3-4 ബീഡികൾ മാത്രമുള്ള ഒരു പ്രത്യേക കമ്പനിയുടെ ബീഡി പാക്കറ്റും കിഷാൻ എന്ന പേരുള്ള ഒരു തീപ്പെട്ടിയുമായിരുന്നു അത്. അന്വേഷണ സംഘം ആ തീപ്പെട്ടി വിശദമായി പരിശോധിച്ചു. അത് സാധാരണ കടകളിൽ കാണുന്ന ഒന്നായിരുന്നില്ല. ഇതോടെ അവരുടെ അന്വേഷണം ആ കിഷാൻ തീപ്പെട്ടിയെ കേന്ദ്രീകരിച്ചായി. എവിടെ നിന്നാണ് ആ തീപ്പെട്ടി വാങ്ങിയതെന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഒടുവിൽ ചെന്നെത്തിയത് വർഷങ്ങൾക്ക് മുൻപ് പോലീസ് ചോദ്യം ചെയ്തു വിട്ടയച്ച ആ യുവാവിലേക്കാണ്. യുവാവിന്റെ ഭാര്യാസഹോദരൻ നടത്തുന്ന ആക്രി കടയ്ക്ക് സമീപമുള്ള ഒരു ചെറിയ മുറുക്കാൻ കടയിലാണ് ആ പ്രത്യേക തീപ്പെട്ടി വിറ്റിരുന്നതെന്ന് പോലീസ് കണ്ടെത്തി. ഗുണനിലവാരം കുറവായതിനാൽ കടക്കാരൻ വളരെ കുറച്ചുകാലം മാത്രമേ ആ തീപ്പെട്ടി വിൽപ്പനയ്ക്കായി വെച്ചിരുന്നുള്ളൂ എന്നും വ്യക്തമായി. കൊലപാതകം നടന്ന കാലയളവിൽ അവിടെ ആ തീപ്പെട്ടി ഉണ്ടായിരുന്നു എന്നത് നിർണായക വിവരമായി മാറി. ഇതോടെ കൊലപാതകം നടന്ന വീട്ടിൽ നിന്നും ലഭിച്ച ജീൻസ് ഈ യുവാവിൻ്റേത് തന്നെയാണെന്ന് അന്വേഷണ സംഘം ഉറപ്പിച്ചു. തുടർന്ന് യുവാവിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസ് രഹസ്യമായി ശേഖരിച്ചു. അയാൾ സ്വന്തം വീട്ടിൽ പോകാറില്ലെന്നും ഭാര്യയും കുട്ടികളും മറ്റൊരു സ്ഥലത്താണ് താമസിക്കുന്നതെന്നും അവർ കണ്ടെത്തി. കഞ്ചാവ് ഉപയോഗത്തിനടിങ്ങയായിരുന്ന അയാൾ നഗരത്തിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന പ്രകൃതക്കാരനായിരുന്നു. ഈഞ്ചക്കൽ ഭാഗത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിക്കടുത്ത് റോഡരികിൽ കരിക്ക് വെട്ടുന്നവർക്ക് സഹായത്തിനായി അയാൾ എത്താറുണ്ടെന്ന വിവരം പോലീസിന് ലഭിച്ചു. ദിവസങ്ങളോളം പോലീസ് സംഘം അവിടെ കാത്തുനിന്നു. ഒടുവിൽ കരിക്ക് കച്ചവടക്കാരന്റെ സഹായത്തോടെ അയാളെ തിരിച്ചറിയുകയും വളരെ തന്ത്രപരമായി കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. എന്നാൽ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ അയാൾ യാതൊരു ഭാവഭേദവുമില്ലാതെ വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞ അതേ കാര്യങ്ങൾ ആവർത്തിച്ചു. ഒരു കൊലപാതകിയാണെന്നതിന്റെ യാതൊരു സൂചനയും അയാളുടെ സംസാരത്തിലോ പെരുമാറ്റത്തിലോ ഉണ്ടായിരുന്നില്ല. കേവലം ഒരു തീപ്പെട്ടിയുടെ പേരിൽ മാത്രം ഒരാളെ കൊലപാതകിയായി മുദ്രകുത്താൻ സാധിക്കില്ലെന്ന് പോലീസിന് നന്നായി അറിയാമായിരുന്നു. ശാരീരികമായി മർദ്ദിക്കുന്നതിനു പകരം തികച്ചും മനഃശാസ്ത്രപരമായ ചില തന്ത്രങ്ങളിലൂടെ പ്രതിയുടെ വായ് തുറപ്പിക്കാനാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ തീരുമാനിച്ചത്. മതവിശ്വാസിയായിരുന്ന പ്രതിയെ മാനസികമായി തളർത്താൻ ഉദ്യോഗസ്ഥൻ ഒരു പദ്ധതി തയ്യാറാക്കി. റംസാൻ നോമ്പുകാലമായിരുന്നു അത്. അതിൽ തന്നെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യാൻ സ്വർഗത്തിൽ നിന്നും മാലാഖമാർ ഇറങ്ങിവരുമെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു പ്രത്യേക ദിവസത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉദ്യോഗസ്ഥൻ മനസ്സിലാക്കിയിരുന്നു. ആ പ്രത്യേക ദിവസത്തിന്റെ പ്രഭാതത്തിൽ ഉദ്യോഗസ്ഥൻ പ്രതിയെ വിളിപ്പിച്ചു. അന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചപ്പോൾ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന ദിവസമാണെന്ന് പ്രതി തന്നെ മറുപടി നൽകി. ഇത് കേട്ടതോടെ പ്രതിയുടെ മനസ്സ് പകുതി ഇളകിയെന്ന് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായി. കൊലപാതകത്തിന് തലേ ദിവസം പ്രതി നാഗർകോവിലിൽ പോയി സിനിമ കണ്ടിരുന്നു എന്നതിന്റെ തെളിവ് പോലീസിന്റെ പക്കലുണ്ടായിരുന്നു. എന്നാൽ പ്രതി ഇത് നിഷേധിച്ചുകൊണ്ടിരുന്നു. ഇതിനൊരു അറുതി വരുത്താൻ പോലീസ് അയാളെയും കൂട്ടി നാഗർകോവിലിലേക്ക് യാത്ര തിരിച്ചു. വഴിനീളെ തിയേറ്റർ കാണിച്ചുകൊടുക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും തനിക്കൊന്നും അറിയില്ലെന്ന ഭാവത്തിൽ അയാൾ മൗനം പാലിച്ചു. ഒടുവിൽ അന്വേഷണ സംഘം സിനിമാ ടിക്കറ്റിലുണ്ടായിരുന്ന തിയേറ്ററിന് സമീപമുള്ള ഒരു ഗസ്റ്റ് ഹൗസ് കോമ്പൗണ്ടിൽ വാഹനം നിർത്തി. യാതൊരു കാരണവും പറയാതെ കൂടെയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ പ്രതിയെ മാത്രം ആ തിയേറ്ററിന്റെ ഭാഗത്തേക്ക് നടക്കാൻ പറഞ്ഞുവിട്ടു. തന്റെ രഹസ്യങ്ങളെല്ലാം പോലീസ് ഇതിനോടകം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന തിരിച്ചറിവ് അയാളെ മാനസികമായി തളർത്തി. തിരികെ വാഹനത്തിൽ കയറിയ അയാൾ പൊട്ടിക്കരയാൻ തുടങ്ങി. അയാൾ തന്നെയാണ് യഥാർത്ഥ പ്രതിയെന്ന് പോലീസിന് പൂർണ്ണമായും ഉറപ്പായി. തുടർന്ന് അയാളെ പൂർണ്ണമായും കുറ്റസമ്മതം നടത്താൻ പ്രേരിപ്പിക്കുന്ന ഒരു തന്ത്രമാണ് പോലീസ് പ്രയോഗിച്ചത്. പ്രതി അന്ന് തിയേറ്ററിൽ കണ്ട സിനിമയുടെ ഒരു ഡിസ്ക് ഉദ്യോഗസ്ഥർ രഹസ്യമായി വാങ്ങിയിരുന്നു. പിറ്റേന്ന് രാവിലെ പ്രതിയെ വീണ്ടും ചോദ്യം ചെയ്യാനിരുത്തിയ ശേഷം അന്നത്തെ പുണ്യദിവസത്തിന്റെ പ്രത്യേകതകളും പാപങ്ങൾ ഏറ്റുപറയേണ്ടതിന്റെ ആവശ്യകതയും ഉദ്യോഗസ്ഥൻ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ഇതേസമയം മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതി പ്രകാരം അവിടെയുണ്ടായിരുന്ന കമ്പ്യൂട്ടറിൽ ആ സിനിമ പ്ലേ ചെയ്യാൻ തുടങ്ങി. വളരെ ഭയാനകമായ ഒരു കൊലപാതക രംഗത്തോടെയാണ് ആ സിനിമ ആരംഭിക്കുന്നത്. താൻ കണ്ട അതേ സിനിമയിലെ ക്രൂരമായ ദൃശ്യങ്ങൾ കൺമുന്നിൽ തെളിഞ്ഞതും പോലീസ് ഉദ്യോഗസ്ഥന്റെ വാക്കുകളും കൂടിയായപ്പോൾ പ്രതിയുടെ മാനസിക നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. അവൻ വാവിട്ട് കരയാൻ തുടങ്ങി. നിമിഷങ്ങൾക്കകം നടന്ന സംഭവങ്ങളെല്ലാം അയാൾ പോലീസിനോട് ഏറ്റുപറഞ്ഞു. കൊലപാതകം നടത്തിയ രീതിയും അതിനുശേഷമുള്ള തന്റെ നീക്കങ്ങളും അയാൾ വിശദീകരിച്ചു. കൊലപാതകത്തിന് ശേഷം അയാൾ അധിക ദൂരം പോയിരുന്നില്ല.
ലോക്കൽ പോലീസ് നഗരം മുഴുവൻ അരിച്ചുപെറുക്കുമ്പോഴും അയാൾ നഗരത്തിലെ ഒളിത്താവളങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നു. കൊലപാതക ദിവസം രാത്രി അയാൾ പേട്ട റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിൽ ഓഫീസിന് എതിർവശത്തുള്ള ഒരു ബെഞ്ചിലിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പോലീസ് നായയുമായി ഉദ്യോഗസ്ഥർ അവിടേക്ക് വരുന്നത് അയാൾ ദൂരെ നിന്നും കണ്ടത്. രാത്രിയുടെ ഇരുട്ടിലും പോലീസുകാരുടെ തൊപ്പിയിലെ ചിഹ്നവും ബെൽറ്റും തിളങ്ങുന്നത് കണ്ട പ്രതിക്ക് അപകടം മനസ്സിലായി. പോലീസ് സംഘം തനിക്കടുത്തേക്കെത്തുന്നതിന് തൊട്ടുമുൻപായി അയാൾ അവിടെ നിന്നും എഴുന്നേറ്റ് റെയിൽവേ മേൽപ്പാലം വഴി മറുഭാഗത്തേക്ക് കടന്നുകളഞ്ഞു. അയാൾ ഇരുന്ന അതേ ബെഞ്ചിലാണ് പിന്നീട് പോലീസ് നായ മണം പിടിച്ചെത്തിയത്. അവിടെ നിന്നും രക്ഷപ്പെട്ട പ്രതി നേരെ നടന്നുപോയത് അടുത്തുള്ള ഒരു പാലത്തിനടിയിലേക്കാണ്. അവിടെ നാടോടികൾ കഴുകിയിട്ടിരുന്ന ഒരു മുണ്ട് കണ്ടെടുത്ത് ഉടുക്കുകയും കൊലപാതക സമയത്ത് ധരിച്ചിരുന്നതും രക്തം പുരണ്ടതുമായ തന്റെ സ്വന്തം വസ്ത്രം അവിടെ ഉപേക്ഷിക്കുകയുമായിരുന്നു. യാതൊരു വിധത്തിലുള്ള ശാരീരിക മർദ്ദനങ്ങളും ഏൽപ്പിക്കാതെ കേവലം ചെറിയ തെളിവുകളെ കൂട്ടിയിണക്കി കുറ്റവാളിയുടെ മനഃശാസ്ത്രം മനസ്സിലാക്കി നടത്തിയ ആ അന്വേഷണം കേരള പോലീസിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച നേട്ടങ്ങളിലൊന്നായി മാറി. കേസ് തെളിയിക്കാൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ പോലീസിനത് വലിയൊരു നാണക്കേടായി മാറിയേനെ. ബുദ്ധിപരവും ശാസ്ത്രീയവുമായ അന്വേഷണത്തിലൂടെ കൊലപാതകത്തിന്റെ ചുരുളഴിക്കാൻ ആ സംഘത്തിന് കഴിഞ്ഞു. ഇതേപോലത്തെ ഇന്ത്യയിൽ അകത്തും പുറത്തും നടന്നതുമായ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറീസ് പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കേൾക്കുക, അഭിപ്രായം അറിയിക്കുക.